ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അതിങ്ങനെ എടുത്തു പറയുന്ന ചങ്ങാതി ആരാ? അവർ നരകത്തിലേക്കുള്ളവരാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുടുംബത്തിലാ കൂടുതൽ ഉണ്ടാകുക. മാമമാര് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. കുടുംബം തെറ്റുമ്പോ ആദ്യം പറയണെന്താ, ഇതിന്നില്ല മറ്റേ തിന്നില്ല എടുത്തു കൊടുത്തിട്ടുള്ള പാഷന്റെ കണക്കുകൾ ചിലപ്പോ കുടുംബക്കാര് പറയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഉപകാരം എടുത്തു പറയുന്നവരാരാ? അവർ നരകത്തിലേക്കുള്ളവരാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരാൾക്ക് കിഡ്നി പോയി, ഞാൻ പറയാം കിഡ്നി പോയപ്പോ നമ്മുടെ പള്ളിയിലെ സെക്രട്ടറി അടുത്തോ പ്രസിഡന്റ് വന്നിട്ട് അവരൊരു കത്ത് തരാ, നിങ്ങൾ പിരിച്ചറിഞ്ഞേ, കിഡ്നി മാറ്റി വെക്കണേ, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മളെല്ലാവരും കൂടി പിരിക്കും. അപ്പൊ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ ഏതെങ്കിലും ചങ്ങാതി 50,000 1 ലക്ഷം തന്നിട്ടുണ്ടാവും. ഓന്റെ കിഡ്നിയൊക്കെ മാറ്റി വെച്ച് അൽഹംദുലില്ലാഹ് നാളെ കുരിശോളിന്റെ പരിസരത്തോട് പോകുമ്പോ നിന്നിട്ട് പറയാ, ഞാൻ കൊടുത്ത പൈസ ഉണ്ടോ എന്റെ കിഡ്നി മാറ്റി വെച്ച്. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് ചെയ്തത് കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരാ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. പാലമലയില് ഒരു വീട് പണി നടക്കാം. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരു പാവപ്പെട്ടവനല്ലേ വീട് വെച്ചു കൊടുക്കാം. വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചങ്ങായി കേറി കണ്ട് പറയാ, ആ വീടിന്റെ സ്ട്രക്ചർ മുഴുവനും ഞാൻ വീടൊക്കെ പണിത് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞിട്ട് പരാസ്തോരിയൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാ, ഇവന്റെ വീടിന്റെ സ്ട്രക്ചർ വെച്ചുകൊടുത്ത് ഞാനാ, ഓനിക്ക് ഗതികേടായിരുന്നു, ഓനക്ക് ഒന്നിനും കഴിവില്ലാത്തവനായിരുന്നു, ഞാൻ വെച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഓൻ അതീ കിടക്കണതെന്ന് ചെയ്തു കൊടുത്തു ഉപകാരം എടുത്തു പറഞ്ഞാൽ അവര് നരകത്തിലേക്ക്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം